ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ വരവ് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്നു. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടെ ഇവിടായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ തല ഉയർത്തണം. വീണ്ടെടുപ്പുകാരൻ വേഗത്തിൽ വരുവാൻ കാലം അടുത്തു എന്നുള്ളതാണ് അതിൻ്റെ സൂചനകളെല്ലാം. അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, കർത്താവ് വരുന്നതിന് മുമ്പ് ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കപ്പെടും. സുവിശേഷം പ്രസംഗിക്കുന്നവരെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ഇത് കർത്താവ് തന്നെ അരുളി ചെയ്തിട്ടുള്ള വചനമാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ചിത്രം മാത്രം എടുത്താൽ വടക്കേ ഇന്ത്യയിൽ നിയമങ്ങളെല്ലാം പ്രതികൂലമാകുന്നു. എത്രയോ ദൈവദാസന്മാരാണ് കർത്താവിൻ്റെ വചനം അറിയിച്ചതിൻ്റെ പേരിൽ ജയിലുകളിൽ കഴിയുന്നത്. അവർക്ക് ജാമ്യം പോലും കിട്ടാൻ സാധിക്കാത്ത വകുപ്പുകൾ ചുമത്തി ആണ് അവരെ ജയിലിൽ അടയ്ക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് എല്ലാ കാലത്തും ലോകം വെച്ച് നീട്ടിയിട്ടുള്ളത് കഷ്ടപ്പാടുകളുടെ നീണ്ട നിരയാണ്. അങ്ങനെ പരമാർത്ഥതയോടെ സത്യസന്ധതയോടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചിട്ടുള്ള എല്ലാവരും ഈ ലോകത്തിൽ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. അവർ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരായി തീരുകയായിരുന്നു. അപ്പോൾ തന്നെ നാം ശ്രദ്ധിക്കണം, ചെന്നായ്ക്കുള്ള നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ചെന്നായുടെ കയ്യിൽ ഒരു കുഞ്ഞാടിനെ കിട്ടിയാൽ ആ കുഞ്ഞാടിനെ ചെന്നായി പിച്ചി ചീന്തും എന്നുള്ളതാണ് പരമാർത്ഥമായ സത്യം എന്ന് പറയുന്നത്. ലോകമനുഷ്യൻ എന്തുകൊണ്ടാണ് വചനം പ്രസംഗിക്കുന്നവരെ ഇത്രമാത്രം വെറുക്കുന്നത്? ആദ്യമായിട്ട് യോഹന്നാൻ സ്നാപകൻ മാനസാന്തര സന്ദേശം പ്രസംഗിച്ചു. അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന വില എന്തായിരുന്നു? തൻ്റെ ജീവനായിരുന്നു. യേശു എന്തിനാണ് ക്രൂശിക്കപ്പെട്ടത്? യേശുവിനെ എന്തിനാണ് ആളുകൾ മരക്കുരിശിൽ തറച്ചത് എന്ന് ചോദിച്ചാൽ അതും യഹൂദ മതത്തിന് യേശുവിനോടുണ്ടായിരുന്ന വിരോധ നിമിത്തമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സുവിശേഷം പ്രസംഗിക്കുന്നവരെ കൊന്നൊടുക്കേണ്ടതിന് വീട് തോറും കയറിയിറങ്ങിയ ഒരു മനുഷ്യനായിരുന്നു ബെന്യാമീൻ ഗോത്രക്കാരനായ പൗലോസ് എന്നു പേരുള്ള ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് അത് നമുക്ക് വ്യക്തമാണ്, വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ പൗലോസ് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി എന്തൊക്കെയാണ് സഹിച്ചത് അത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നു. താൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ദുഷ്കീർത്തികളും സൽകീർത്തികളും മാനവും അപമാനവും എല്ലാവരും അറിയുന്നവരാണെങ്കിലും ആരും അറിയാത്തവരായി, മാത്രമല്ല ശിക്ഷിക്കപ്പെടുന്നവരാണെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരാണെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, കയ്യിലൊന്നുമില്ലെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നും ഇല്ലാത്തവർ ആണെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ നടക്കുന്നവർ. പൗലൂസിൻ്റെ ജീവിത അനുഭവം വാസ്തവത്തിൽ അതുതന്നെയായിരുന്നു. എത്രയോ പ്രാവശ്യം പൗലൂസ് അടിയേറ്റു, തടവിൽ കിടന്നു, പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഒന്ന് കുറയെ 40 അടി 5 പ്രാവശ്യം കൊണ്ടു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നത്. മാത്രമാണോ തൻ്റെ സഞ്ചാരങ്ങൾ, സുവിശേഷം നിമിത്തം താൻ നടത്തിയിട്ടുള്ള മിഷണറി യാത്രകൾ, ആ യാത്രകളിൽ താൻ നേരിട്ടതായ പ്രശ്നങ്ങൾ, കള്ളന്മാരാലുള്ള ആപത്ത്, നദികളിലെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, ശീതം, നഗ്നത, ഇങ്ങനെ കഷ്ടതയുടെ നീണ്ട ഒരു ലിസ്റ്റാണ് പൗലൂസ് പറയുന്നത്. എന്നാൽ പൗലൂസിൻ്റെ സാക്ഷ്യം എന്താണ്? ഈ കഷ്ടങ്ങൾക്കൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്നാണ്. നാം ഒന്ന് മനസ്സിലാക്കണം, സത്യസന്ധമായിട്ടും പരമാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ വചനം ഉള്ളതുപോലെ പ്രസംഗിക്കുന്ന എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നു പോകുന്നവരാണ്. ഇപ്പോഴും അങ്ങനെയുള്ളവർ കടന്നു പോകുന്നു. സുവിശേഷം ഒരിക്കലും ധനസമ്പാദനത്തിലുള്ളൊരു മാർഗമല്ല. ദൈവവചനം പറഞ്ഞിരിക്കുന്നത് പോലെ സുവിശേഷ വേല ചെയ്തിട്ടുള്ള ആരും ഇവിടെ ലക്ഷാധിപതികളായിട്ടില്ല, കോടീശ്വരന്മാരായിട്ടില്ല, ആർക്കും ആകുവാൻ സാധിക്കുകയുമില്ല. കാരണം ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് നമ്മളെ ആ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. സുവിശേഷ വേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സുവിശേഷ വേലയ്ക്കെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച പലരും ഒരു വേലയും ചെയ്യാതെ ഇരിക്കുന്നത് ദൈവനാമത്തിന് അപമാനകരമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് വരുന്നതിന് മുമ്പ് ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിയോഗം അനുസരിച്ച് അവസരം ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ വചനം നാം ലോകത്തോട് വിളിച്ചു പറയണം. അത് പരസ്യങ്ങളിൽ കൂടി പറയാം, ട്രാക്റ്റ് കൊടുക്കുന്നതിലൂടെ സുവിശേഷം അറിയിക്കാം. ഇതിന് രണ്ടിനും സാധിക്കുന്നില്ലെങ്കിൽ കുറേ ആത്മാക്കളുടെ പേര്
അതേ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ വിവിധങ്ങളായ മുഖാന്തരങ്ങളിൽ കൂടി യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തിന് കൊടുക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. നോഹയുടെ കാലത്ത് നോഹ വാസ്തവത്തിൽ ആ കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരോടും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും അറിയിച്ചിരുന്നു. പക്ഷെ അവരാരും അത് കേട്ടതായിട്ട് നടിച്ചില്ല, അംഗീകരിച്ചില്ല. എന്നാൽ നോഹയ്ക്ക് ഒരു ഗുണമുണ്ടായി. തൻ്റെ കുടുംബത്തിലുള്ളവർ 8 പേർ നോഹ പ്രസംഗിച്ചത് സത്യമാണെന്ന് മനസ്സിലാക്കി അവർ വിശ്വസിച്ചു. അവർ ആ പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ഓർക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയുവാൻ നാം കടപ്പെട്ടവരായിരിക്കുമ്പോൾ തന്നെ നാം നമ്മുടെ കുടുംബത്തെ നേടി കുടുംബത്തിലുള്ളവരെ കൃപയിലേക്ക് നടത്തി എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തണം. അതിന് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും നമ്മുടെ ഇടപാടുകളും എല്ലാം ഒരു വലിയ കാരണം തന്നെയാണ്. അതിനായിട്ട് നമ്മളെ സമർപ്പിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനം പ്രസംഗിപ്പാനും അറിയിക്കുവാനും അത് ലോകത്തോട് വിളിച്ചു പറയുവാനും കൃപ കൊടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.